ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2019ലെയാണ് കേട്ടോ. 2019ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് പിന്നീട് ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2024 വരെ ഇതിന്ന് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നാക്കി പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നോക്കാം. നമുക്കറിയാം കുരങ്ങുകൾ ഏത് ഫാമിലിയാണ്? സെർക്കോപിത്തിക്കോയുടെ ഫാമിലിയാണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിമ്പാൻസി ഏത് ഫാമിലിയിലാണ്? ചിമ്പാൻസി ഹൊമിനോയിഡെ ഫാമിലിയിലാണ് അല്ലേ? ഞാൻ എഴുതുന്നില്ല, ഹൊമിനോയിഡെ ഫാമിലി. അതുപോലെ തന്നെ AI ഒപ്പാരിൻ്റെ സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം അല്ലേ? അപ്പോൾ ഹ്യൂഗോ ഡിവ്രീസിൻ്റെതാണെങ്കിലോ നമുക്കറിയാം ഉൽപരിവർത്തന സിദ്ധാന്തമാണ് അല്ലേ? ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. ഒന്നെങ്കിൽ എഴുതിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ പറയാം. ഇനി അടുത്തത് നോക്കൂ. തന്നിരിക്കുന്നവയിൽ നിന്ന് റെറ്റിനയുടെ ഭാഗമല്ലാത്തവ കണ്ടെത്തി എഴുതാനാണ്. ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാണ് ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? പ്രകാശഗ്രാഹി, പീതബിന്ദു, അന്തബിന്ദു ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇല്ലാത്തത് കൺജക്റ്റീവയും അതുപോലെ തന്നെ ഐറിസുമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈലിൻ ഷീത്ത് ആക്സോണിലൂടെയും ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയും ആക്സോണിന് പോഷണം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നാഡീകലയുടെ ഭാഗമായ ഷ്വാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിലൂടെയാണ് എന്തുണ്ടാവുന്നത്? മൈലിൻ ഷീത്ത് രൂപം കൊള്ളുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ DNA ഉണ്ട്, ഡിയോക്സി റൈബോസ് പഞ്ചസാര ഉണ്ട്, ATGC ഉണ്ട്. ഇവിടെ അടുത്തത് എന്ത് വരും? റൈബോസ് പഞ്ചസാര വരും അല്ലേ? ഓക്കെ, ഇവിടെ റൈബോസ് പഞ്ചസാര. പിന്നെ ഇവിടെ എന്ത് വരും? AUGC ആണ് വരിക അല്ലേ? AUGC. ഓക്കെ, ഇവിടെ റൈബോസ് പഞ്ചസാര, അതുപോലെ അടുത്തത് AUGC. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ഫംഗസ് രോഗങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. അത് ഏതൊക്കെയാണ്? നമുക്കറിയാം വട്ടച്ചൊറി ഉണ്ടല്ലേ? വട്ടച്ചൊറിയും അതുപോലെ അത്ലറ്റ്സ് ഫൂട്ടുമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവന ഉചിതമായി പൂർത്തിയാക്കാനാണ്. പാൻക്രിയാസിലെ ഡാഷ് എന്ന സവിശേഷ ഭാഗത്ത് 2 തരം കോശങ്ങളുണ്ട്. അവയിലെ ഡാഷ് കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാം ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ബീറ്റ കോശങ്ങൾ എന്ന് വരും കേട്ടോ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കും. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ? അപ്പോൾ ഞാനിതിവിടെ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ 2019 ചോദിച്ച ഈ സെയിം ക്വസ്റ്റ്യൻ പിന്നീടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ കാണാം കേട്ടോ. അപ്പോൾ അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. മോണോസൈറ്റ് എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് അല്ലേ? ബേസോഫിലാകുമ്പോൾ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഈസ്നോഫിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ നിർമ്മിക്കുന്നുണ്ടല്ലേ? പിന്നെ ന്യൂട്രോഫിലോ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എന്തായാലും പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രോഗകാരി ലക്ഷണം. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? മലമ്പനിയുടെ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ് കേട്ടോ. പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. ഇവിടെ എഴുതാനുള്ള സ്പേസ് ഇല്ല. പ്ലാസ്മോഡിയം പ്രോട്ടോസോവ. അതിൻ്റെ ലക്ഷണം എന്താണ്? വിറയലോട് കൂടിയ പനി ഉണ്ടാവും അല്ലേ? പിന്നെ വിളർച്ച ഉണ്ടാവും, അമിത വിയർപ്പ് ഉണ്ടാവും, വയറിളക്കം ഉണ്ടാവും, അസഹ്യമായ തലവേദനയും ഛർദിയും ഉണ്ടാവും കേട്ടോ. ഇനി ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് കേട്ടോ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് പഠിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, വിട്ടുപോകരുത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ? ശരീരത്തിന് ഭാരക്കുറവുണ്ടാവും അല്ലേ? പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചുമയ്ക്കും. സ്ഥിരമായിട്ട് ചുമ ഉണ്ടാവും കേട്ടോ. ക്ഷയമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോക്സിൽ നിന്ന് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് രോഗം തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണവും ലക്ഷണവുമാണ് ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അൽഷിമേഴ്സിൻ്റെ കാരണം എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ലയമായ പ്രോട്ടീൻ അടിയുന്നത് കൊണ്ടാണ് കേട്ടോ. പാർക്കിൻസൺ രോഗത്തിൻ്റെ കാരണം എന്താണ്? അവിടെ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ എപ്പിലെപ്സീൻ്റെ കാരണം എന്താണ്? തലച്ചോറിലെ ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹമാണ് എപ്പിലെപ്സി കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ ലക്ഷണം നമുക്ക് പറയാം. പാർക്കിൻസണിൻ്റെ ലക്ഷണം എന്താണ്? തുലനനില നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ തുലനനില, ബാലൻസ് പോവാ കേട്ടോ. ഓക്കെ, തുലനം കേട്ടോ, തുലനനില നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ കാര്യം എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് മാത്രമല്ല കൊടുത്തിട്ടുണ്ടാവുക, എക്സ്ട്രാ സാധനങ്ങളും കൂടി ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് പഠിച്ചിരിക്കണം. ഈ രോഗവും ലക്ഷണവും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാ രോഗത്തിൻ്റെയും പഠിക്കണം കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് രോഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഈ ചിത്രം ഇതുപോലെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രം ഇതേപോലെ തന്നെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈ ചിത്രം എന്താണെന്നൊക്കെ അല്ലേ? മുകളിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷണ സംവിധാനം രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറയാണ് അല്ലേ? ഓക്കെ, മില്ലറിൻ്റെയും യൂറേൻ്റെയും എക്സ്പെരിമെൻ്റ് ആണിത് അല്ലേ? ഈ പരീക്ഷണം ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ഏത് സിദ്ധാന്തത്തെയാണ് സാധൂകരിക്കുന്നത്? ഏതാണ്? രാസപരിണാമ സിദ്ധാന്തമാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാരാണ് കൊണ്ടുവന്നത്? സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യൂറയും കേട്ടോ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഇതിൽ A, B എന്നീ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണെന്ന്. ഇവിടെ എന്താണ് എയും ബിയും എന്താണ് നോക്കാം. ഇവിടെ എന്താണ്? ജീനിനെ മുറിച്ചെടുക്കുക ആരാണ്? അതുപോലെ തന്നെ ജീനിനെ കൂട്ടിച്ചേർക്കാനും നമുക്കറിയാം ഒരു കത്രികയുണ്ട്, അതുപോലെ തന്നെ ഒരു പശയുണ്ട് അല്ലേ? അപ്പോൾ ആ ജനിതക കത്രികയും പശയും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ജീനിനെ മുറിച്ചെടുക്കുന്നത്, A കേട്ടോ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നോക്കൂ. അപ്പോൾ A റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും B ലിഗേസും ആണ് കേട്ടോ. അത് ഓർമ്മ ഉണ്ടാവണേ. മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തെടുക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ബാക്ടീരിയകളുടെ അടുത്ത തലമുറകൾക്ക് ഇൻസുലിൻ്റെ ഉൽപ്പാദനശേഷി ഉണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓരോ വിഭജനത്തിന് മുമ്പും ജനിതക ഘടകങ്ങൾ ഇരട്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ ഇൻസുലിൻ നിർമ്മാണ ശേഷിയുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഓരോ വിഭജനത്തിന് മുമ്പും ജനിതക ഘടകങ്ങൾ ഇരട്ടിക്കും, അതുകൊണ്ട് ഇവയെല്ലാം തന്നെ ഇൻസുലിൻ നിർമ്മാണ ശേഷിയുള്ളവയാണ്. കേട്ടല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രക്തദാനത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട മുഖ്യ ആശയങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രക്തദാനം മഹാദാനം എന്ന് പറയാം അല്ലേ? ഒന്നത് പറയാം. പിന്നെ അതിൻ്റെ ആവശ്യം പിന്നെ എന്ത് പറയാം? അടുത്ത ജീവൻ്റെ വിലയുള്ള രക്തം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ, പിന്നെയോ നമുക്ക് രക്തദാനത്തിലൂടെ ഈ രക്തം ദാനം കൊടുക്കുന്ന ആൾക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല, മറിച്ച് പുതിയ രക്തമാണ് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വേണം ഇതിൽ എഴുതാൻ കേട്ടോ. പിന്നെ നമുക്കറിയാം 18നും 60നും ഇടയിലുള്ള പ്രായക്കാർക്കാണ് നമുക്ക് രക്തം കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ വളരെ നല്ല ആരോഗ്യം ഉള്ള ആൾക്കാരായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും രക്തം കൊടുക്കുന്ന സമയത്തൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ? മദ്യപാനികൾക്കും അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആളുകളൊന്നും രക്തം കൊടുക്കില്ല അല്ലേ? ആ രക്തം എടുക്കില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉൽപരിവർത്തനങ്ങൾ ജീവികളിൽ സ്വഭാവ വ്യതിയാനത്തിന് കാരണമാകുന്നു.
ഇവ ജീവിവർഗങ്ങളെ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. ഉൽപരിവർത്തനം എന്നാൽ എന്താണ്? നമുക്കറിയാം, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം അല്ലേ? ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ജീവികളിൽ സ്വഭാവ വ്യതിയാനത്തിന് കാരണമാകുന്ന മറ്റ് 2 സാഹചര്യങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറൽ കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? സ്വഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ജീവികളിൽ സ്വഭാവത്തിന് വ്യതിയാനം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒന്നാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറൽ. അടുത്തത് ബീജസംയോഗം, അല്ലിൽ ചേർച്ചയിലും മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ജീവികളുടെ മുൻകാലുകൾ ബാഹ്യഘടനയിൽ വ്യത്യാസം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കണ്ടോ, അതെന്തുകൊണ്ടാണ്? ഈ ജീവികളൊക്കെ ജീവിക്കുന്നത് ആവാസ വ്യവസ്ഥ വ്യത്യസ്തമാണ് അല്ലേ? ഇവരെല്ലാം ഒരേ സ്ഥലത്തല്ല ജീവിക്കുന്നത്. പല പല ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവർ അല്ലേ? അപ്പം അവയുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നതിന് സഹായമായ അനുകൂലങ്ങളാണ് ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ഇവയുടെ ആന്തരഘടനയിലുള്ള സമാനതകൾ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആന്തരഘടന ഒരേപോലെയാണല്ലേ? അതെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഒരേപോലെ തന്നെ ഉണ്ട്, ആന്തരഘടന കേട്ടോ. അപ്പം അത് ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചന എന്താണ്? ഇവർക്കെല്ലാവർക്കും ഒരു പൊതു പൂർവികനുണ്ടെന്നാണ് നൽകുന്നത് കേട്ടോ. പൊതുവായിട്ടുള്ളൊരു പൂർവികനുണ്ട്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ, ജീവപരിണാമത്തെ സാധൂകരിക്കുന്ന മറ്റേതെങ്കിലും 2 ശാസ്ത്രീയ തെളിവുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഫോസിൽ പഠനം നൽകുന്ന തെളിവുകളുണ്ട്, അതുപോലെ തന്നെ തന്മാത്രാ ജീവശാസ്ത്രം നൽകുന്ന തെളിവുകളും ഉണ്ട് അല്ലേ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 11, അത് ശ്രദ്ധിക്കണേ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മേ ബി അവിടെ പൂക്കൾ മാറിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പം ചുവന്ന പൂക്കളും വെളുത്ത പൂക്കളും ഉണ്ട്. 1ാം തലമുറ എങ്ങനെയാണ്? RR ക്യാപിറ്റലും സ്മോളും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രീകരണത്തിൽ RR എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യാപിറ്റൽ ആറും സ്മോൾ ആറും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് അതിൻ്റെ അല്ലീലുകൾ ആണല്ലേ? യെസ്, അതിൻ്റെ ബീജകോശങ്ങൾ കേട്ടല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? 1ാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണം ഏതായിരിക്കും? എന്തുകൊണ്ടാണ്? അത് ചുവന്ന പൂക്കളായിരിക്കും അല്ലേ? ആണല്ലോ. അത് എന്തുകൊണ്ടാണ് ചുവന്ന പൂക്കൾ പ്രകടമാകുന്നത്? 1ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറിഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പം ചുവന്ന പൂക്കൾ പ്രകടമാവുകയും വെളുത്ത പൂക്കൾ മറിഞ്ഞിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുകവലി ആന്തരിക അവയവങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ഇതൊരു പൊതുവായിട്ടുള്ള പ്രസ്താവനയാണ്. പുകവലി തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം എന്നീ അവയവങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്ക് പക്ഷാഘാതം സംഭവിക്കും അല്ലേ? അതെ, ശ്വാസകോശത്തിനെ ആണെങ്കിൽ നമുക്കറിയാം ബ്രോങ്കൈറ്റിസ് ഒക്കെ വരും അല്ലേ? പിന്നെ എംഫിസിമ, ശ്വാസകോശത്തിലുള്ള ക്യാൻസർ, അതൊക്കെ വരും. പിന്നീടാകുമ്പം ഹൃദയത്തിനാകുമ്പോഴോ ഹൈ BP വരും അല്ലേ? ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടുക, പ്രവർത്തനക്ഷമത കുറയുക, അതൊക്കെയാണ് ഹൃദയത്തിന് സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻതളവും മുൻതളവും തന്നിട്ടുണ്ട്. എന്നിട്ട് ചാർട്ടിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് കണ്ടെത്തി ശരിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുൻതളത്തിൽ എന്തൊക്കെ വരുന്നും പിൻതളത്തിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതും ഒരു ഐഡിയ നമുക്ക് വേണം കേട്ടോ, എന്നാലേ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, മുൻതളത്തിൽ TSHഉം STHഉം ACTH ഇതാണ്ടല്ലേ, ഇയാൾ ഇവിടെയാണ് കേട്ടോ വരിക. ഇത്രയും ആളുകൾ ഇവിടെയാണ് വരിക. പിൻതളത്തിലാകുമ്പം പ്രൊലാക്റ്റിനും ഓക്സിറ്റോക്സിനും വാസോപ്രസിൻ ഇവിടേക്കും വരും. കണ്ടോ, മനസ്സിലായല്ലോ? അത് നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ വരച്ച് എഴുതിയിട്ട് പഠിക്കണം കേട്ടോ. മുൻതളത്തിൽ ഏതൊക്കെയാണ് വരിക, പിൻതളത്തിൽ ഏതൊക്കെയാണ് വരിക? മുൻതളത്തിൽ TSH, STH, ACTH. പിൻതളത്തിൽ പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിൻ കേട്ടോ. അതൊക്കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചിട്ട് ആണ് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ. 20ാം നൂറ്റാണ്ടിലെ അത്ഭുത മരുന്നുകളായ ആൻറ്റിബയോട്ടിക്കുകൾ പല രോഗങ്ങളെയും നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അഭികാമ്യമല്ല.
അപ്പോൾ എ ക്വസ്റ്റ്യൻ നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ അത്ഭുത മരുന്നുകളായ ആൻറ്റിബയോട്ടിക്കുകളെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം തരും അല്ലേ? എല്ലാ രോഗങ്ങളും പെട്ടെന്ന് തന്നെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അത്ഭുത മരുന്നായിട്ട് കണക്കാക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നീടോ ആൻറ്റിബയോട്ടിക്കുകളുടെ 2 പാർശ്വഫലങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അത് നമ്മുടെ ചില വിറ്റാമിൻ്റെ അളവ് കുറയ്ക്കും അല്ലേ? ശരീരത്തിൽ ചില വിറ്റാമിൻ്റെ അളവ് കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉപകാരികളായ ബാക്ടീരിയകളെയും ഇവ നശിപ്പിക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയയെ നശിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വിറ്റാമിൻസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ 2 പാർശ്വഫലങ്ങൾ കേട്ടോ. അത് നിങ്ങൾ ഓർക്കണേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചാൽ മതിയാവും. പക്ഷെ നേരത്തെ കാണിച്ച TSH അതുപോലെ തന്നെ ACTHൻ്റെ ഒക്കെ നിങ്ങളത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ശരിയാണോ തെറ്റാണോ നോക്കണം. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ വക്രത കൂടുന്നു. അത് ശരിയാണല്ലേ? അത് നമുക്കറിയാം. ഓക്കെ, വിട്രീസ് ദ്രവം രക്തത്തിൽ നിന്നുണ്ടാവുകയും രക്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അത് തെറ്റാണല്ലോ. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അവിടെ അക്വസ് ദ്രവമാണ് കേട്ടോ വരുന്നത്. വിട്രീസ് അല്ല, ഇവിടെ അക്വസ് ആണ് വരുന്നത്. അക്വസ് ദ്രവം രക്തത്തിൽ നിന്നുണ്ടാവുകയും രക്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ആന്തരകർണത്തിലെ സ്തര അറയ്ക്കുള്ളിൽ പെരിലിംഫ് നിറഞ്ഞിരിക്കുന്നു. പെരിലിംഫ് ആണോ അവിടെ നിറഞ്ഞിരിക്കുന്നത്? അല്ല, എൻഡോലിംഫാണ് അല്ലേ? ഓക്കെ, എൻഡോലിംഫ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഡി ക്വസ്റ്റ്യനാണ്. യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ എന്താണ്? അസ്ഥി ശൃംഖലയാണ് അല്ലേ? ഓക്കെ, യൂസ്റ്റേഷ്യൻ നാളിയല്ല, അസ്ഥി ശൃംഖലയാണ് കേട്ടോ. ഇനി നമുക്ക് 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. AB അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഒന്ന് mRNA ആണ്, ഒന്ന് റൈബോസോമാണ് കേട്ടോ. mRNA ആണ് കേട്ടോ. mRNA, ഇത് റൈബോസോം. റൈബോ ആണേ, റൈബോസോം. ഓക്കെ, അപ്പോൾ എയുടെ ധർമ്മം എന്താ? mRNAൻ്റെ ധർമ്മം എന്താണ്? DNA പ്രോട്ടീൻ നിർമ്മാണ സന്ദേശം mRNA റൈബോസോമുകളിൽ എത്തിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, എവിടത്തെയാണ് പ്രോട്ടീൻ നിർമ്മാണം? എന്താണ്? DNA പ്രോട്ടീൻ നിർമ്മാണ സന്ദേശം mRNA റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കും. കേട്ടല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് പ്ലാന്റ് ഹോർമോൺസ് വന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പല ക്വസ്റ്റ്യൻസും ഞാൻ വിട്ടുപോയിട്ടുണ്ട്, പല തവണ ചോദിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ പിന്നീട് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സസ്യ ഹോർമോൺ കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആപ്പിളിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഗിബ്ബർലിൻ ആണ് കേട്ടോ. ഗിബ്ബർലിൻ അല്ല, ഗിബ്ബർലിൻ ആണ്. ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നത് ഏതാണ്? ആക്സിൻ ആണ് കേട്ടോ. അത് ആക്സിൻ, ബി ആക്സിൻ. ഇനി റബ്ബറിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എഫിഫോൺ ആണ് കേട്ടോ. എവിടെ? യെസ്. ഇനി പൈനാപ്പിൾ ചെടികളിൽ ഒരേ സമയം പുഷ്പിക്കുന്നത് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? എഥിലീൻ ആണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇതിപ്പോൾ എളുപ്പമില്ല നോക്കി എഴുതാൻ വേണ്ടി. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതി വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2019, 2022, 2024 എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ചിട്ടുണ്ട്. ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ചിത്രം തന്നിട്ട് ആണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. ഇത് തന്നെ എന്തായാലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം എ റോഡ് കോശമാണ് കേട്ടോ, ബി കോൺ കോശമാണ്. അപ്പോൾ ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാവും നിങ്ങളോട് ചോദിക്കുക. ഇത് റോഡും റോസ് എന്നാണ് എഴുതുന്നത്, റോഡാണേ. ഇത് റോഡും ഇത് കോൺ കോശവുമാണ് കേട്ടോ. അപ്പോൾ കോൺ കോശമാണ് ഇതുവരെ അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. കാഴ്ച സാധ്യമാക്കുന്നതിൽ ഈ കോശങ്ങളുടെ പങ്ക് വിശദീകരിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, റോഡ് കോശങ്ങൾ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺ കോശങ്ങളാകുമ്പം
തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ് കേട്ടോ. കോൺ കോശമാണ് മിക്കവാറും എണ്ണത്തിലും ചോദിച്ചിട്ടുള്ളത്. രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പ്രകാശം പതിക്കുമ്പോൾ ഈ കോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം പ്രകാശമേൽക്കുമ്പോൾ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലും നടക്കുന്ന രാസപ്രവർത്തനത്താൽ ആവേഗങ്ങൾ ഉണ്ടാവും. കേട്ടല്ലോ? അപ്പോൾ ഇവിടെ ഒരു രാസപ്രവർത്തനം നടക്കും. അങ്ങനെയാണ് ആവേഗങ്ങൾ ഉണ്ടാവുക. ആവേഗങ്ങൾ നേത്രനാഡി വഴി സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് ഉണ്ടാവുക. കേട്ടല്ലോ? അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ആവേഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണല്ലേ. അപ്പോൾ ഇതിലൊക്കെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ആവേഗങ്ങൾ ഉണ്ടാവുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കണേ നിങ്ങൾ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രെയിൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബ്രെയിൻ. ഇതുപോലെ ചിത്രം തരും, എന്നിട്ട് അവർ കുറച്ച് ഭാഗങ്ങൾ പറയും അത് അടയാളപ്പെടുത്താൻ. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? നമുക്കറിയാം, അത് തലാമസ് ആണ് അല്ലേ. തലാമസ് എവിടെയാണ് വരുന്നത്? ഈ ഭാഗത്താണ് തലാമസ് വരുന്നത്. സോറി, തലാമസ് എവിടെയാണ്? ഉള്ളിലല്ലേ. ഉള്ളിൽ തലാമസ് വരുന്നത്. തലാമസ് വരും. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ലയാണല്ലേ. ഇവിടെയാണ് മെഡുല്ല വരുന്നത്. നിങ്ങൾ ഈ ചിത്രമൊക്കെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങളത് നോക്കി നന്നായിട്ട് ഓരോ ഭാഗങ്ങളും പഠിക്കുക കേട്ടോ. മെഡുല്ല ഒബ്ലാങ്കറ്റ. പിന്നെ അടുത്തതെന്താ? ശരീരത്തുലന നില പാലിക്കുന്നത് അതാരാണ്? സെറിബെല്ലാണ് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് സെറിബെല്ലം വരുന്നത്. ഇതിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്നും ഇതൊക്കെ എവിടെ വരുന്നെന്നും നന്നായിട്ട് ഇരുന്ന് പഠിക്കണം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.